ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മരൻസ് വീഡിയോ ഡയറി. അപ്പം ഇതും കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ആക്ച്വലി ബ്ലാക്ക് പൂളിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ. ബ്ലാക്ക് പൂൾ എന്ന് വെച്ചാൽ പ്രസ്റ്റൺ, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് കേട്ടോ പ്രസ്റ്റൺ. അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ളൊരു ബീച്ച് ഏരിയ ആണ്. അപ്പം ഇന്ന് നമ്മൾ ബ്ലാക്ക് പൂളിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാറ്റ് മേറ്റ്സിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത്. ആക്ച്വലി വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം ആവാറായി. പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയതും ഒന്ന് എഡിറ്റ് ചെയ്യാൻ എല്ലാം കൊണ്ടൊന്ന് സെറ്റായതും. അപ്പം എന്തായാലും എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. Okay. Hello, I'm Alphonse. I'm from Bristol, but also our French culture. Nice to meet you. Nice! Hey, my name is Tom. I'm from Czech Republic and I study at UPenn University. So I'm smart. What about you? My name is Ayuka from Japan. I'm studying dance and mountain Yeah, you're from Japan. Japan. നമ്മളിപ്പോൾ ഏകദേശം 22 മിനിറ്റ് ആട്ടോ അടുത്ത് പ്രസ്റ്റണിൽ നിന്ന് ബ്ലാക്ക് പൂൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് പൂൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയതൊരു വീക്കെൻഡിലാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു, ബീച്ചിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിലും. ഇത് ആക്ച്വലി ബ്ലാക്ക് പൂൾ ആർട്ട് ഗാലറിയാണ്. ഞാൻ പേര് പറയാൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മ്യൂസിയം കൈൻഡ് ഓഫ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ അല്ല ഇത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തോന്നിയെന്ന് പറഞ്ഞാൽ നുണയാവത്തേ ഉള്ളൂ. എന്നാൽ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് എല്ലാവരും തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് അവരെല്ലാം തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനുള്ളതൊക്കെ, അതിനകത്ത് കുറേ ആർട്ട് പീസസ്, കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ആർട്ട് പീസിൻ്റെ മുന്നിൽ അവർ കുറേ നേരം നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പോലും. പക്ഷേ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നാലും ഞാൻ നോക്കുവാണെങ്കിൽ മ്യൂസിയം ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ വന്ന് നോക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ബീച്ചിൻ്റെ സൈഡിലേക്കായിരുന്നു കേട്ടോ. അപ്പം ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു 3-4 കടൽപ്പാലങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോയത്. അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളും, പിന്നെ ഇതിനകത്ത് ഒരു കടൽപ്പാലത്തിൻ്റെ അകത്ത് അവർക്ക് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യമേ പോയത് ജസ്റ്റ് കുറേ ഷോപ്സും കാര്യങ്ങളുള്ള ഒരിടത്താണ്. പിന്നെ മേളിൽക്കൂടെ കാണുന്ന വയറ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല. എന്നാലും അത് ട്രാം പോകുന്ന വഴിയാണ്. അപ്പം അതിൻ്റെ വയറുകളാണ് മുകളിൽ കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ മുന്നിൽ ഒരു ട്രാം പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആക്ച്വലി ബർമിംഗ്ഹാം പോയപ്പോൾ ഒരു തവണ ട്രാം കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം എന്തെങ്കിലും ഒരു തവണ കയറണം എന്നുണ്ട്, ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല.
പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഫാൻസി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. മെയിനായിട്ടും ഫിഷ് ആൻഡ് ചിപ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം യുകെയിലെ മസ്റ്റ് ട്രൈ ഫുഡായിട്ട് ആൾക്കാർ പറയുന്ന ഒന്നാണ് ഫിഷ് ആൻഡ് ചിപ്സ്. എനിക്ക് പേഴ്സണലി മീൻ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോയൊരു ഫുഡ് ഐറ്റമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. അപ്പം ഞാൻ ഒരു തവണ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു ടേക്ക് അവേ ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് കയറുന്നത്. അപ്പം ഞാനും പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട് വെച്ചിട്ട് ബാക്കി എല്ലാവരും ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്തു. എന്നാൽ അതുകൊണ്ട് അതിനകത്ത് നിന്നൊരു പീസ് ട്രൈ ചെയ്യാൻ പറ്റി. എന്നാലും എനിക്ക് പിന്നെയും ഇഷ്ടപ്പെട്ടില്ല സാധനം. അപ്പം ഇവിടുത്തെ മെനുവും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ടൊരു ഫാൻസി റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് ആണെങ്കിലും കൊള്ളായിരുന്നു റെസ്റ്റോറൻറ്റ്. That's what we get for the halloumi shit. Halloumi, right? Halloumi. Halloumi with chips. With chips. And this was? Fish chips. എല്ലാവരുടെയും ഫുഡ് വന്നതിന് ശേഷം ഏറ്റവും അവസാനമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ഫുഡ് വന്നത്. ഞാൻ ഫിഷ് കേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മൈൻഡിലെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് പൂൾ ടവർ കാണാൻ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടുത്തെ ബസ്സുകൾ, കാറുകൾ, വണ്ടികളൊക്കെ ഭയങ്കര വിൻറ്റേജ് വൈബാണ്. ആക്ച്വലി യുകെയിൽ വന്നതിന് ശേഷം സിറ്റി ഏരിയാസിലും കൂടുതൽ എനിക്ക് തോന്നുന്ന യുകെയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട കൺട്രി സൈഡ്സ് ആണെന്ന് തോന്നുന്നു. അവിടുത്തെ ബിൽഡിങ്ങുകൾ, മതിലുകൾ, മൊത്തത്തിൽ ഭയങ്കര പച്ചപ്പും എല്ലാം കൊണ്ടും അടിപൊളിയാണ് കൺട്രി സൈഡ്. എനിക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റ് പോയപ്പോൾ തൊട്ടിട്ട് സിറ്റി ഏരിയാസിനേക്കാളും കുറച്ചും കൂടെ കൺട്രി സൈഡാണ് ഇഷ്ടപ്പെട്ടത്. അന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടിക്കറ്റിന് ടൈം കിട്ടിയേക്കുന്നത് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. അത്രയും ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോയായിരുന്നു. നമ്മളിപ്പോൾ ബ്ലാക്ക് പൂൾ ടവറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ വാൾസും സ്റ്റെയർകേസൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഴയ കാലഘട്ടത്തിലേക്ക് പോയൊരു ഫീലാണ് കിട്ടുന്നത്. ഈ ടവർ ആക്ച്വലി 1894 ഓപ്പൺ ആയേക്കുന്നത്. ഏകദേശം ഒരു 129 വർഷങ്ങൾക്ക് മുന്നേ ഓപ്പൺ ആയൊരു ടവറാണ്. അപ്പം അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു 3D ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിഫ്റ്റിലേക്ക് നടക്കുന്ന വഴിയിൽ അവർ സൈഡിലൊക്കെ ആയിട്ട് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പ്രിൻസസ് ഡയാനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ സൈഡിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 2,593 tons of metal. That's the weight of around 21 million juggling balls. Are you ready to face your fears to the world famous glass skywalk? It's 5 centimeters thick, triple laminated glass and can hold the weight of 5 tons. If the sun is shining, explore our outer levels. That will take you to a height of 412 feet. Please take extra care, the steps may be slippy.
ഏറ്റവും അവസാനമായിട്ട് നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ്സ് ഉള്ള ഏരിയയിലേക്കാണ്. നമ്മളവിടെ റൈഡ്സിലൊന്നും കയറുന്നില്ല, ജസ്റ്റ് കണ്ട് കറങ്ങി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓൺ ദ വേയിലാണെങ്കിൽ തന്നെ അവിടെ എല്ലാവരും നല്ല ലൈഫ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന പോലെ തോന്നിയിട്ട് നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ ആൾക്കാർക്ക് കുറച്ച് ട്രാവൽ ചെയ്യണം, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് മൈൻഡുള്ള ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഹൈക്കിങ്ങിന് പോകുന്നു, എല്ലാ വീക്കെൻഡ്സിലും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന ആ ഒരു ടൈപ്പായിട്ട്. എന്തായാലും നമ്മുടെ ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.